ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം 11-ാം സ്കന്ധം, ഏകാദശ സ്കന്ധം 10-ാമത്തെ അധ്യായം മുതൽ നമ്മൾ സ്മരിക്കുന്നു. ഉദ്ധവനോട് ശ്രീകൃഷ്ണൻ പറയണു, വർണ്ണാശ്രമധർമ്മങ്ങൾ ഫലം ഇച്ഛിക്കാതെ കണ്ട് ശീലമായിക്കൊണ്ട് ആചരിക്കണം, ഈശ്വരന് സമർപ്പിക്കണം. അത് കർമ്മയോഗം. അപ്പോഴേ മനഃശുദ്ധി കിട്ടുള്ളൂ, അപ്പോഴേ കർമ്മം നമ്മളെ വിട്ടു പോകുള്ളൂ. കർമ്മഠത്വം കൊണ്ട് ഗുണം ചെയ്യാൻ സാധ്യതയില്ല. സ്വപ്നം പോലെ ഇല്ലാത്തത് പലതും ഉണ്ട് എന്ന് തോന്നും, പലതും വന്നു ചേരും. താൽക്കാലികം, അത് ശരിയാണ്. പക്ഷേ ഈ ഉറങ്ങുന്ന ഒരാൾക്ക് സുഖദുഃഖാദികളില്ലാത്ത പോലെ വേണ്ട രീതിയിൽ അതിൻ്റെ ഗുണഫലത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്രമേണയായിട്ട് സകാമ കർമ്മങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കണം. അപ്പോൾ മാത്രമേ വേണ്ടത് കാണാനും അനുഭവിക്കാനും സാധിക്കുള്ളൂ. യമനിയമാദികളെ പാലിക്കണം. അഹം മമ വേണ്ട. ഈശ്വരഭജനത്തിന് തടസ്സം വരുന്നതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഈ സംഘദോഷം കൊണ്ട്, സമ്പർക്കദോഷം കൊണ്ടൊക്കെ ഈശ്വരഭജനം ചിലപ്പോൾ പ്രശ്നമാവും, മുടങ്ങും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സമ്പാദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സ് അതിൽ എത്തും. അപ്പോൾ നമുക്ക് ഈശ്വരഭജനം തടസ്സമായിട്ട് വരും. ആത്മീയ ഗുരു ഭഗവാങ്കൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് സ്വീകരിക്കാറാവണമെങ്കിൽ പോലും ഈ ഒരു തടസ്സത്തെ നീക്കണം. അപ്പോൾ ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് എത്താൻ തന്നെ പ്രയാസം. എത്തിക്കഴിഞ്ഞാൽ ഇത് അദ്ദേഹം പറഞ്ഞു തരണ പോലെ തന്നെ ഉപേക്ഷിക്കണം. അതിന് ഒരു അഭ്യാസം ചെയ്യേണ്ടി വരും. കാരണം ക്രമേണയായിട്ടേ ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് ഞാൻ ഉപദേശം കേട്ടു, ഇന്ന് മുതൽ ഞാൻ ഈ ചോറിലേക്ക് കൂട്ടാനും ഉപ്പേരിയൊന്നും ഉപയോഗിക്കില്ല. ഈ എരിയും പുളിയും കൂട്ടിക്കഴിഞ്ഞാൽ തമോ ഗുണോ രജോ ഗുണം വരും എന്ന് കേട്ട് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് മുതൽ അങ്ങനെ പറ്റില്ല. പെട്ടെന്നായി കഴിഞ്ഞാൽ ശരീരം അതിന് വല്ലാത്തൊരു തടസ്സങ്ങളുണ്ടാക്കും, രോഗാദികളെ കൊണ്ട്. അപ്പോൾ അത് പാടില്ല. ക്രമേണയായിട്ട് ഒരു അഭ്യാസം പോലെ വേണം. ആഹാരം കുറച്ച് കൊണ്ടുവന്ന്, പിന്നെ ഈ ചോറും വേണ്ട, ഇലകൾ മാത്രം മതി. അതും വേണ്ട, ഉണങ്ങിയ ഇലകൾ മതി. അങ്ങനെയുള്ളവരിലേക്ക് എത്തും. നമ്മൾ സാധാരണഗതിയിൽ ജീവിതം സമൂഹ ജീവിയായതുകൊണ്ട് സഹജീവി സ്നേഹം വരും. അത് ഒരു പരിധി വിട്ടിട്ട് വേണ്ട എന്നാണ്. അല്ലെങ്കിൽ ജഡഭരതനെ പോലെ മാനിനോട് അത്യധികമായിട്ടുള്ള സ്നേഹം വന്നിട്ട് ചിലപ്പോൾ മാനായിട്ട് മാറേണ്ടി വരും. അപ്പോൾ അത് വേണ്ട. ഈ തത്വാധിഷ്ഠിത ശരീരത്തിൽ നിന്ന് വേറെയാണ് ഈ ജീവൻ. അപ്പോൾ അവിടെ നമുക്ക് എന്തില്ല, ഇതിനോട് അറ്റാച്ച്മെൻറ്റ് വേണ്ട. അത് പ്രത്യേകം നല്ലോണം ഓർമ്മിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ്ക്കും. തീയും വിറകും വേറെയാണ്. പക്ഷേ വിറകിലാണ് തീയിരിക്കുന്നത്. അത് ഒന്നിച്ചിരിക്കുമ്പോൾ അത് വേറിട്ട് കാണൂല്ല. എന്ന കൂട്ടത്തിൽ നമുക്ക് ഈ കർമ്മവാസന അത് വരും. കാമബാക്കി അതുണ്ടാവും. അത് പൂർത്തീകരിക്കാതെ കണ്ട്, തീർക്കാതെ കണ്ട് നമുക്കൊട്ട് മുക്തി കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതാണ് അഭ്യാസേനത്തു കൗന്ദേയ. അങ്ങനെ പറ്റുള്ളൂ. ഉദ്ധവൻ ഇത് നല്ലോണം ശീലിക്കുന്ന ഒരാളാണ്. അപ്പോൾ വളരെ എളുപ്പമുണ്ട് പറയാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയായാലും അതേപോലെ തന്നെ അത് നിലനിൽക്കലായാലും നശിക്കലായാലും, ഇത് ഇപ്പോൾ തൻ്റെ ശരീരം പ്രപഞ്ചാംശമാണ്. അപ്പോൾ താൻ അതിൽ പെട്ടതാണ്. ഇങ്ങനെ ഞാൻ എന്നെ എന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അത് മുക്തിക്ക് തടസ്സമായി. ഈ ത്രിഗുണം മായ അത് പ്രപഞ്ചവുമായിട്ട് അഭേദ്യമായിട്ട് നമ്മളെ അങ്ങോട്ട് ഭേദിക്കാൻ പറ്റാത്ത രീതിയിൽ കുടുക്കുകയാണ് നമ്മളെ ചെയ്യാൻ. അപ്പോൾ ആ കുടുക്കലിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒഴിവാവണം? എപ്രകാരത്തിലാണോ ഗുരുവിൽ നിന്ന് ജ്ഞാനം നേടിയിട്ട് ആ ജ്ഞാനത്തെ പ്രയോഗിക്കുന്നത് ജീവിതത്തിൽ, അങ്ങനെ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാകുന്നത് പോലെ ജ്ഞാനപ്രകാശം ഗുരുവിൽ നിന്ന് ശിഷ്യൻ
ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം അങ്ങനെ സമ്പാദിക്കണം. പുരാണങ്ങളൊക്കെ സംവാദമാണ്, അവിടെ ഒരു ആജ്ഞാസ്വഭാവമില്ല. അപ്പോൾ ചോദ്യം ചോദിക്കുക, ഉത്തരങ്ങൾ കണ്ടെത്തുക, അങ്ങനെ അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. യഥാർത്ഥ ഗുരുവാണ് അത് പറഞ്ഞു തരണമെങ്കിൽ. അല്ലെങ്കിൽ കർമ്മടത്വം വരും. അപ്പോൾ ഭാരമായിട്ട് വരും. കാരണം ഈ ഫലസ്വീകാരം വരും. അതിൻ്റെ ഫലം സ്വീകാരം വരുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തും, നരകത്തിലേക്ക് എത്തും, വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക അങ്ങനെ വരും. ചില ഈ അജ്ഞാനം അല്ലെങ്കിൽ അല്പം ജ്ഞാനം ഉള്ളവർ ഈ ശരീരം കിട്ടിയത് ജീവിക്കാനുള്ളതാണ്, സുഖിച്ച് ജീവിക്കാനുള്ളതാണ്, ഇതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് ശരിക്കും സുഖിക്കണം എന്നൊരു വാദം പറയണവരുണ്ട്. വേറെ ഒരു ഈശ്വരനൊന്നുമില്ല, ഇത് തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ അതിലെന്താ സംഭവിക്കുക വെച്ചാൽ, ഇത് അനുഭവിക്കും തോറും വീണ്ടും വീണ്ടും വേണം എന്ന് തോന്നും. സുഖം മതിയാവുക അങ്ങനില്ല. എവിടെയാണെന്ന് വെച്ചാൽ അത് തേടിപ്പോവും. തേടിപ്പോകുമ്പോൾ ഈ ശരീരം കൊണ്ട് മതിയാവില്ല, അടുത്ത ശരീരം വേണ്ടി വരും. അങ്ങനെ സംസാരം തീരില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ ഇതേ സാധനം തന്നെ പൃഥു ഭഗവാനോട് യാചിച്ച പോലെ 10,000 ചെവി തരൂ, 10,000 കണ്ണ് തരൂ, 10,000 നാവ് തരൂ എന്നാണെങ്കിലോ ഭഗവാന്റെ കഥ കേൾക്കാനും ഭഗവാനെ കാണാനും ഭഗവാനെ എല്ലാ ദിക്കിലും കാണാനുള്ള കണ്ണാണ്. അതേപോലെ ഭഗവാൻ നേരിച്ച പ്രസാദത്തെ, ഭഗവാന്റെ പാദധൂളി സ്വീകരിക്കാനുള്ള തൊലി ഇങ്ങനെ തന്നാലോ അത് മുക്തിക്ക് കാരണമായി. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ അറിയണം. കാരണം ഈ ചിന്തയായാലും പ്രവൃത്തി വാക്കായാലും ഒക്കെ നമ്മളെ ഇങ്ങോട്ട് ഫലം പ്രാപിക്കും. ഇത് 3 ത്രികരണങ്ങളാൽ നമ്മളെ ഫലം തിരിച്ച് ബാധിക്കും. അത് ബാധിക്കുന്നത് ജീവനെ ബാധിക്കാത്ത രീതിയിൽ, ശരീരത്തിനെ മാത്രമേ ഉള്ളൂ വെച്ചാൽ കുഴപ്പമില്ല. ശരീരത്തിനെ മാത്രമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ആവില്ല. ശരീരത്തിനെ ബാധിക്കുമ്പോൾ മനസ്സിനെയും ബാധിക്കും, മനസ്സിനെ ബാധിക്കുമ്പോൾ ജീവനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതാണ്. അതല്ലെങ്കിൽ റിട്ടേൺ തിരിച്ചു കൊടുക്കേണ്ടി വരും. കടം ആയിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വീണ്ടും ജന്മം വേണ്ടി വരും. ഈ ശരീരത്തിന് നമുക്ക് മൃത്യു ഉറപ്പാണ്. പക്ഷേ മറ്റൊരു ശരീരം കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു മൃത്യു വേണ്ട. കാലവ്യത്യാസം ഉണ്ടാവും, ദേഹവ്യത്യാസം ഉണ്ടാവും, കർമ്മവ്യത്യാസം ഉണ്ടാവും, ഫലവ്യത്യാസം ഉണ്ടാവും. അതൊക്കെ തമോ ഗുണത്തിലേക്കാണ് പോകണമെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും നരകം അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം വിചിന്തനം ചെയ്യണം. ഓരോ ദിവസത്തെയും നല്ലോണം സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് അബദ്ധം പറ്റിയിട്ടുണ്ടോ, പരിഹാരം ചെയ്ത് പോരണം. എല്ലാ ദിവസവും കർഷകൻ ഈ കുത്തിയിട്ട വിത്ത് മുളച്ച് വലുതായി അതിൽ നിന്ന് ഈ ധാന്യം അല്ല പൂവും കായും പഴവും അങ്ങനെയാണ് വെച്ചാൽ അത് ഈ ഈൽഡ് എന്താണോ അത് കിട്ടുന്നത്, ഫലം കിട്ടുന്നത് വരെ ഒപ്പുണ്ടാവും. എന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ ശരീരം കിട്ടിയത്, ഈ ജീവന് ശരീരം കിട്ടിയത് ഒരു വിത്ത് കുത്തിയിട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്നുള്ള ഫലം എന്നുള്ളത് മുക്തിക്കുള്ള പുണ്യമാണ്. അപ്പോൾ ആ പുണ്യം കിട്ടുന്നില്ലേ എന്ന് എല്ലാ ദിവസവും നല്ലോണം മനസ്സിരുത്തണം. അങ്ങനെ അതിന് തടസ്സമായിട്ട് എന്ത് വരികയാണെന്ന് വെച്ചാലും അതിനെ പരിഹരിക്കുകയും വേണം. ഇപ്പം നമുക്ക് ഈ ഫലം കിട്ടുമ്പോൾ വീണ്ടും വേണ്ട എന്ന് തോന്നാനുള്ള വൈരാഗ്യത്തോടു കൂടിയ ജ്ഞാനത്തെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഭക്തി കൊണ്ടേ കിട്ടുള്ളൂ, ഗുരുസേവനം കൊണ്ടേ കിട്ടുള്ളൂ, സത്സംഗം കൊണ്ടേ കിട്ടുള്ളൂ. സത്സംഗേന വിന യാതൊന്നും ലഭ്യമല്ല എന്ന് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്രമേണയായിട്ട് ദേഹം കിട്ടിയവർക്ക് എല്ലാവർക്കും ഈ തമോ ഗുണങ്ങളുണ്ടാവും. ഷഡ്വൈരി, ഷഡോർമി, ഷഡരി ഒക്കെ ഉണ്ടാവും, പഞ്ചക്ലേശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ തീർത്ത് വരണം. ആദി 3 തീർന്നാൽ തന്നെ നമുക്ക് രക്ഷ കിട്ടുള്ളൂ, മുക്തി കിട്ടുള്ളൂ, മുക്തിക്ക് അർഹത കിട്ടുള്ളൂ. അതിന് വേദം വിധിച്ചതായിട്ടുള്ള രീതിയിലുള്ള കർമ്മങ്ങളെ ഫലകാംക്ഷ കൂടാതെ കണ്ട് ചെയ്യണം. ആദ്യം പറഞ്ഞ വാക്കാണ്. ദേവന് മോക്ഷമില്ല,
ദേവനും മനുഷ്യനായിട്ട് ജനിച്ചിട്ട് വേണം മുക്തി കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ദേവന്മാർ കലികാലത്തിൽ എളുപ്പത്തിൽ മുക്തി കിട്ടാൻ വേണ്ടി നാമം മാത്രം മതി എന്നുള്ള നിലയ്ക്ക് ആഗ്രഹിക്കാനുള്ള കാരണം. അപ്പോൾ നാം സമ്പാദിക്കുന്നത് മുഴുവൻ ദാനം ചെയ്തുകൊണ്ട് നിസ്സനായാൽ മാത്രമേ വൈകുണ്ഠപ്രാപ്തി കിട്ടുള്ളൂ, എന്നിലേക്ക് എത്തുള്ളൂ. ഉദ്ധവ, ഈ ലൗകിക അതേപോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും ഉപേക്ഷിച്ചാൽ മാത്രമാണ്, അതും എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കുക? വൈദിക താന്ത്രിക കർമ്മങ്ങളിലൂടെ. അത് ക്രമേണയായിട്ട് നമുക്ക് വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കും, ദാനം കൊടുത്ത് തീർക്കാൻ സാധിക്കും. അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ മനഃശുദ്ധി കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയില്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആഗ്രഹമില്ലാച്ച പിന്നെ കർമ്മമില്ല. അപ്പോൾ കർമ്മം നമ്മളെ വിട്ടുപോകും. അപ്പോൾ ഗുരു സംഘമായിട്ട് കിടക്കുകയാണ്. ഈ ഗുരുവിനെ നമ്മൾ മാത്രമല്ല ആശ്രയിക്കുക, മറ്റ് ശിഷ്യന്മാരും ആശ്രയിക്കും. ആ ശിഷ്യന്മാർക്ക് നമ്മുടെ അത്രയും ഉയർന്ന പദവി എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് സംഘം ചെയ്യുമ്പോൾ നമ്മുടെ ദുഷിക്കാതെ കണ്ട് നോക്കണം. ഭഗവാനുമായിട്ട് നമ്മൾ എപ്പോഴും സംഘമുണ്ട് എങ്കിൽ ഈ ഗുരുവിൻ്റെ സംഘം നമുക്ക് ഗുണപരമായിട്ട് വരും. ശിഷ്യന്മാരുടെ സംഘം അവരുടെ മനസ്സിനനുസരിച്ചാണ് വരിക. അപ്പോൾ നമ്മളതിൽ പെട്ടുകഴിഞ്ഞാൽ ക്രമേണയായിട്ട് നമ്മളും പതിക്കും. അപ്പോൾ പതിക്കാതിരിക്കണം വെച്ചാൽ ഗുരുവും ഭഗവാനും മാത്രമേ നമ്മുടെ മനസ്സിൽ പാടുള്ളൂ. ഇവരെ ഉദ്ധരിക്കാൻ വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുതന്നെ ചിലപ്പോൾ പ്രാരബ്ധമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, അതും വേണ്ട. അതാണ് യഥാർത്ഥത്തിലുള്ള ആ ലീനഭാവം. ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ, സകൃത് ഒരു തവണ അറിഞ്ഞ് ഉൾക്കൊണ്ട് അങ്ങോട്ട് നാമം ജപിച്ചു കഴിഞ്ഞാൽ, അതേപോലെ ഉദാഹരണമായിട്ട് പല കഥകളും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ 24 ഗുരുക്കന്മാരിൽ ആ പിങ്കളെ പറഞ്ഞു, അതേപോലെ തന്നെ 5.5 മാസം കൊണ്ട് ധ്രുവനെ പറഞ്ഞു, ഒരു മുഹൂർത്തം കൊണ്ട് ഖട്വാങ്കനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ മുക്തി കിട്ടാനുള്ള കാരണം എന്താ? എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ വിളിക്കാൻ സാധിച്ചത് കൊണ്ടാണ്. എവിടെ വിളി പൊങ്ങുന്നത് അവിടെ ഭഗവാൻ വരും, എല്ലാം മറന്നു വിളിക്കുവാൻ ഭക്തരെ. അപ്പോൾ മനസ്സിൻ്റെ പ്രേരണ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും എന്നുള്ളത് നല്ലോണം അറിഞ്ഞിട്ട് വേണം. ജീവൻ്റെ പുണ്യം ക്ഷയിപ്പിക്കാനുള്ള ഒന്നും നാം സ്വീകരിക്കരുത്, അതുമായിട്ട് ബന്ധം പാടില്ല. അപ്പോൾ അനുഭവിക്കാതിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഫലസ്വീകരണം കൊണ്ട് അനുഭവിക്കാതിരിക്കാൻ സാധിക്കില്ല. ആവർത്തനം ഒഴിവാക്കുക, വേണ്ടതിനെ മാത്രം സ്വീകരിക്കുക, വേണ്ടത് മാത്രം, ഏറ്റവും കുറച്ച് മാത്രം സ്വീകരിക്കുക. നമുക്ക് ഈ സ്വീകരിക്കുന്നതിലൂടെ സ്വസ്ഥത കിട്ടുന്നുണ്ടോ, സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ, സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതില്ലാച്ചാൽ അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പരിശ്രമിക്കും. ആ പരിശ്രമമാണ് നമ്മളെ കൊടുക്കുക. അപ്പോൾ ശോകമോഹ ഭയാദികളിൽ നമ്മൾ കുടുങ്ങും. 3 ആധി വിടാൻ സാധിക്കില്ല. അവിദ്യ 5 നമ്മളെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ അജ്ഞത വന്നു കഴിഞ്ഞാൽ, സംശയം വന്നു കഴിഞ്ഞാൽ, നിസ്സഹായത വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ എപ്പോഴായാലും നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ ഭഗവാനെ വിളിക്കണം, വീഴാൻ പോയാൽ ഭഗവാനെ വിളിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഭഗവാനെ മാത്രമേ ശരണം പ്രാപിക്കാവൂ, അനന്യ ശരണാഗതി. അപ്പോൾ മരണം പോലും വിഷയമല്ല. നമ്മളെ പ്രാരബ്ധമായിട്ട് കൊടുക്കുന്നത് ദാരിദ്ര്യം, രോഗം, അനപത്യതയാണ്. അത് നമ്മളെ ബാധിക്കാതിരിക്കണം. നമ്മുടെ മനസ്സിനെയോ ശരീരത്തിനെയോ ജീവനെയോ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അത് സാധിക്കും. അപ്പോൾ ക്രമേണയായിട്ട് ഈ ഓരോന്നും വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ഏഷണാത്രയം കിടക്കാൻ സാധിക്കും. വിത്തേഷണ, പുത്രേഷണ, ലോകേഷണ. അത് ഉപേക്ഷിച്ചാലോ പിന്നെ നമുക്ക് ഈ ഭ്രമം എന്നുള്ളത് വരില്ല, എക്സൈറ്റ്മെൻറ്റ് വരില്ല. ഭ്രമം വന്നു കഴിഞ്ഞാലോ പരിഭ്രമ ഹത ഓജസ. അപ്പോൾ ഓജസ് നശിക്കും, വീണ്ടും ഈ സംസാര ചക്രത്തിലേക്ക് വരും. അപ്പം അതുകൊണ്ട് ബന്ധം എന്നുള്ളത് ലവലേശം ഇല്ലാത്ത രീതിയിൽ, കെട്ടൽ ഇല്ലാത്ത രീതിയിൽ ബന്ധവിമുക്തനായിട്ട് നടക്കണം.
എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവൻ ചോദിച്ചു, എന്താ ബന്ധം, എന്താ മോക്ഷം എന്ന്. കാരണം ഈ അച്ഛനമ്മ ഇതൊക്കെ ബന്ധമല്ലേ, മക്കള്, പിന്നെ കാലം, കർമ്മം, സ്വഭാവം, ഇത് ജീവനെ ബന്ധിക്കല്ലേ ചെയ്യുക. അത് ശരിയാ. അപ്പോൾ നമ്മളിവിടെ ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം തന്നെ കാലം, കർമ്മ, സ്വഭാവം, ദ്രവ്യം, ജീവൻ, കാരണം, ലിംഗം, കോശം, ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ്. ഈ കാര്യങ്ങൾ നമ്മളെ ശരിക്കും ഇവിടെ കൊടുക്കും. അപ്പോൾ ആ കൊടുക്കുന്നത് ഒഴിവാക്കാൻ ഉള്ള മാർഗമാണ് ഭഗവാൻ പറയണത്. ബദ്ധൻ മുക്തൻ എന്നുള്ളത് ത്രിഗുണത്താലാണ് ബദ്ധത വരുന്നത്. ത്രിഗുണം കടന്നാലാണ് മുക്തനാവണത്. മായയെ അറിയാത്തത് കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ് ഇങ്ങനെ ബദ്ധനാവണത്. മായയെ അറിഞ്ഞു കഴിഞ്ഞാൽ മായയെ ജയിക്കാൻ സാധിക്കും. ഗുരുവിൻ്റെ സഹായം വേണം, ഭഗവാന്റെ കൃപയും വേണം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ സ്വസ്വരൂപ അനുസന്ധാനം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്വസ്വരൂപ അനുസന്ധാനം ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ക്രമേണയായിട്ട് പൂർവ്വജന്മ സ്മൃതിയിലും കൂടിയും എത്തും എന്നാണ് ഭഗവാൻ പറയണത്. ഗുരുക്കന്മാരൊക്കെ അങ്ങനെ പറയാം. നമുക്കത് പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമുക്ക് മിനിയാന്ന് നടന്നത് എന്താണെന്ന് ശരിയാ. അപ്പോൾ പിന്നെ എങ്ങനെയാ അതിൻ്റെ പിന്നിലേക്ക് അങ്ങനെ പോവുക, കഴിഞ്ഞ ജന്മത്തിലേക്ക് പോവുക. പക്ഷേ ഭഗവാൻ പറയണത് അത് ക്രമേണയായിട്ട് ജ്ഞാനം അങ്ങനെ തന്നോളും, ത്രികാല ജ്ഞാനം കിട്ടും. നമ്മൾ ദേഹത്തിനെ വല്ലാതെ കണ്ട് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ണാതെ വയ്യ, ഉറങ്ങാതെ വയ്യ, പത്താളെ കാണാണ്ട് വയ്യ, ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക, ആ എരിയും പുളിയും കൂട്ടാണ്ട് വയ്യ, ഇങ്ങനെ തോന്നുകയാണേ. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇത് മാറില്ല, ഇത് സെയിം ടു സെയിം ആണ്. അപ്പം അങ്ങനെയായിട്ട് കാര്യമില്ല. അങ്ങനെയായി അത് ഈ കെട്ടൽ അഴിക്കാൻ പറ്റില്ല. ശരീരമില്ല എന്ന ഭാവത്തിൽ എത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞു, സമയം പോയത് അറിയാതെ കണ്ട്. ദേഹത്തിൽ എന്തെങ്കിലും വന്ന് ഭവിച്ചാൽ അതിനെ അറിയാതെ കണ്ട് ഇരിക്കണം. വേദനിച്ചാൽ അറിയരുത്, മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറിയരുത്, ദേഹസംബന്ധിയായിട്ട്. മഹാസന്യാസിമാരോട് അവരുടെ പൂർവ്വ ആശ്രമത്തെ മുഴുവൻ ഉപേക്ഷിച്ചവരാണ് അവർ. പൂർവാശ്രമത്തെക്കുറിച്ച് സന്യാസിമാരോട് ചോദിക്കരുതെന്നാണ് പറയുക. നിങ്ങൾ എവിടെയാണ് ജനിച്ച്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേരൊക്കെ എന്തായിരുന്നു, എങ്ങനെയാണ് സന്യാസത്തിലേക്ക് എത്തിയത്, ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ഇൻ്റർവ്യൂ ചെയ്യുക. സന്യാസിമാരോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. മഹർഷികളോട്, ഇപ്പോൾ സനകാദികളോട്, നാരദനോട് ഒന്നും ഈ ചോദ്യം ചോദിക്കരുതല്ലോ, അതുകൊണ്ട് ചോദിക്കണില്ല എന്ന് രാജാക്കന്മാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ജ്ഞാനം തരൂ, ഭക്തി തരൂ എന്നൊക്കെ പറയാം. ആ സിസ്റ്റമാണ്. അപ്പോൾ ഇവരുടെ ഈ ചെവിയിൽ സന്യാസം ചെറുപ്പത്തിൽ സ്വീകരിച്ചു എന്ന് കൂട്ടുക. അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചോട്ടെ, അച്ഛനൊരു ജീവനാണ്. അത് ഈ ജന്മത്തിൽ മാത്രമേ ഒരു ബന്ധമാണ്. നാരദൻ്റെ കഥ പറയുമ്പോൾ അമ്മ പാമ്പ് കടിച്ച് മരിച്ചു, അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ വടക്കോട്ട് യാത്രയായി. ഗുരുക്കന്മാർ പറഞ്ഞ ഭഗവാനെ ഞാൻ ധ്യാനിച്ചു, എനിക്ക് ഒരു തവണ ദർശനം തന്നു, പിന്നെ കിട്ടിയില്ല. പിന്നെ അശരീരി കേട്ടു, അടുത്ത ജന്മത്തിൽ ഇതാ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് എനിക്ക് വന്നു. എപ്പോൾ ഞാൻ വിളിച്ചാലും ഭഗവാൻ വരും. അപ്പം ഈ ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, ഈ ബന്ധം വിടണം. അപ്പം അതുകൊണ്ട് സ്വസ്വരൂപ അനുസന്ധാനം ചെയ്യാതെ കണ്ട് ഇത് കിട്ടില്ല. ഒരു അവധൂത വേഷത്തിൽ എത്തും, സന്യാസം കൂടി കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു ജീവിതം. അപ്പോൾ ദേഹം അവിടെ വിഷയമല്ലാണ്ടാവും. യഥാർത്ഥത്തിലുള്ള സന്യാസി എന്ന് പറയുമ്പോൾ ഒന്നും കയ്യിലുണ്ടാവില്ല, ഒന്നും വേണ്ടേനി. രണ്ടാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞ പോലെ നമുക്ക് പാത്രം വേണ്ട, കൈക്കുമ്പിൾ മതി. തലേണ വേണ്ട, വേണമെങ്കിൽ കയ്യ് തലയിൽ വയ്ക്കാം, കയ്യിൻ്റെ മുകളിൽ തല വയ്ക്കാം. കോസരം വിരിപ്പ് ഒന്നും വേണ്ട, വെറുതെ മണ്ണിൽ കിടക്കാം. വെള്ളം കുടിക്കാൻ കയ്യിലെടുക്കുക, കുടിക്കുക, അത്രയേ ഉള്ളൂ. ഇനി വല്ലാണ്ട് മഴയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുന്ന വെച്ചാൽ പർവ്വത ഗുഹയോ ഇങ്ങനെ വേണമെച്ചാൽ എന്തെങ്കിലും അത്രയാവാം. നാണം മറക്കണമെന്ന് തനിക്കല്ല, മറ്റുള്ളവർക്ക് കണ്ടിട്ട് ശോഭം വരേണ്ട വെച്ചാൽ വല്ല ഇലയോ പൂവോ ഒറ്റ വയ്ക്കാം അവിടെ, ഗുഹ്യം മറക്കാനായിട്ട്. അത്രയേ വേണ്ടൂ. നമ്മുടെ കണ്ണ് ഇതേപോലത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തുറന്നിരുന്നിട്ട് കണ്ണടക്കണം എന്നാ, കണ്ടില്ല എന്നടിക്കണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ട ഒരു സന്യാസിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഭാവമാണ്. ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ചാലും ഒന്നും ഇന്ദ്രിയത്തിലേക്ക് ഇങ്ങോട്ട് കയറരുത്.
നെഗറ്റീവ്സ് ഒന്നും കയറരുത്, പോസിറ്റീവ് മാത്രം കയറണം. ഈ ജീവൻ ശരീരത്തിലാണ്, ഞാൻ ഭുജിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബദ്ധനായി, അവിദ്യയായി. അപ്പോൾ ഇവിടെ കെട്ടാനുള്ള കാരണമായി. സാക്ഷിയായിട്ട് പരമാത്മാവിൻ്റെ അംശമായിട്ട് ഞാൻ എന്താ ഇവിടെ ഈ ശരീരത്തിൽ തൽക്കാലം കിടക്കുകയാണല്ലോ. ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ശരീരം സ്വീകരിച്ചോട്ടെ, ആ രീതിയിലാണെങ്കിലോ കുഴപ്പമില്ല. ശരീരത്തിലേക്ക് പലതും വന്നു പോയി, അത്രയേ ഉള്ളൂ. അതിനെ ഒരു ആസക്തിയില്ല. പഞ്ചാര പായസവും കടുമാങ്ങിയും മറ്റേ ഇഞ്ചിത്തൈരും സാമ്പാറും ചോറും കൂടിയിട്ട് കൂട്ടിക്കുഴച്ചിട്ട് ഒന്നിച്ചാണ്ട് കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ ആ ചോറിൻ്റെ സ്വാദ് എന്താവും? മോരും തൈരും ഒക്കെ കൂടിയിട്ടാണ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദം എന്താവും? പുളിയിഞ്ചി. നമുക്കങ്ങനെ ഊണ് കഴിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മൾ ചോറും കൂട്ടാനൊക്കെ കൂട്ടി ഊണ് കഴിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ പുളിയിഞ്ചി ഒന്ന് തൊട്ട് നിൽക്കും, ഉപ്പിട്ട് തൊട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ സ്വാദ് വെവ്വേറെ ഇഷ്ടപ്പെടണം. അത് ഒന്നിച്ചായ അതിൻ്റെ സ്വാദം എന്താ ഉണ്ടാവുക? കഴിക്കാൻ പറ്റില്ല അല്ലേ? അയ്യോ ഇതെല്ലാം കൂടി ഒന്നിച്ചായിട്ടോ, നീ ഇതിനെന്താ സ്വാദുള്ളത് എന്ന് ചോദിക്കും. കാരണം എന്താ? നമ്മൾ രുചിപ്രധാനം ആണ്. അപ്പം ഈ സന്യാസി ആഹരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് തോന്നാറാവണം. അപ്പോഴാണ് ഈ സത്തും അസത്തും നമ്മളെ ബാധിക്കണില്ല എന്ന് പറയുള്ളൂ. ജഡഭരതൻ ഈ കാടിയായാലും ചാണകപ്പുളിക്ക ആയാലും പഴത്തൊലി ആയാലും ആഹരിച്ചത് അമൃത് പോലെ എന്നാണ്. അമൃതവത് അഭ്യവഹരതി. ജഡഭരതൻ അങ്ങനെ ആഹരിച്ചത്. അപ്പോൾ ആ ഒരു ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കണം. അപ്പോഴാണ് ഈ കെട്ടലില്ലാണ്ടാവുക. അപ്പോൾ ജീവനെ ശരീരത്തിലേക്ക് കയറ്റിയത് പ്രാരബ്ധം തീർക്കാനാണ്. ആ തീർക്കാനുള്ളത് അനുഭവിച്ചോട്ടെ, അതിനെ നമ്മൾ ഏറ്റെടുക്കണ്ട. സൂര്യനെ മറയ്ക്കുന്ന മേഘം പോലെ സൂര്യന് മാറ്റമില്ല, ഈ ജീവാത്മാവിന് മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മൾ തന്നെ, ഈ ജീവൻ തന്നെ കാണിച്ചു കൂട്ടുന്ന പലതും മറവായിട്ട് സംഭവിക്കണം. ഈ ദേഹത്തിലിരിക്കുന്ന ജീവന് സൂര്യനെ കാണാൻ പറ്റാത്ത പോലെ തന്നെ ദേഹത്തിലിരിക്കുന്ന ഇതിന് ആ ജീവൻ്റേതായിട്ടുള്ള സംശുദ്ധിയെ കാണാൻ സാധിക്കുന്നില്ല. മേഘം മറയ്ക്കുകയാണ്, അജ്ഞാനമാകുന്ന മേഘം മറയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വേണം എന്ത് ചെയ്യാൻ? ഇതിനെ മറയ്ക്കാതിരിക്കാനായിട്ട്. ഗജേന്ദ്രൻ എപ്രകാരത്തിലാണോ വെള്ളം കലക്കി മറിച്ചിട്ട് ആ തെളിഞ്ഞ അതിനെ അശുദ്ധമാക്കിയത്, അതേപോലെ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ കൊണ്ടെത്തിക്കുക. നമ്മൾ തന്നെയാണ് എത്തിക്കണതേ, അല്ലാണ്ട് വേറൊരാളല്ല. അപ്പം അതുകൊണ്ട് നാം നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചിന്തിച്ച് ചെയ്യുന്ന വേണം. നമ്മളെ ബാധിക്കാതെ കണ്ട് നോക്കണം. ആരെങ്കിലും തല്ലിയ ചീത്ത പറയ, ആഹാരം കിട്ടിയില്ല വെച്ചാൽ വിഷമിക്കുക, ഒന്നും ചെയ്യാൻ പാടില്ല. ഉറങ്ങിയില്ല, വേണ്ട, ഉറങ്ങണ്ട. കാരണം ഇത് ആത്മാവിനെ ബാധിക്കുന്നില്ല, ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. ജഡനായിട്ടോ ഭ്രാന്തനായിട്ടോ സദാസമയത്തും ഭഗവാന്റെ ഈ രൂപത്തെ, തിരുരൂപത്തെ മാത്രം സ്മരിച്ചുകൊണ്ട്, ലീലകളെ സ്മരിച്ചുകൊണ്ട് നടക്കാറാവണം. അത് എളുപ്പമല്ല. മനസ്സ് അന്തർമുഖമാക്കിയാൽ മാത്രമേ ഇതൊക്കെ സാധിക്കുള്ളൂ. വേദവും വേദാർത്ഥവും അറിയണം. സിദ്ധികൾ നേടി ജ്ഞാനിയായിട്ട് സിദ്ധികളെ ഉപയോഗിക്കാതെ കണ്ട് നമ്മൾ ഈ ചെയ്യുന്ന പണികൾ മുഴുവൻ വെള്ളത്തിൽ വരച്ച വര പോലെ നമ്മളെ ബാധിക്കാതെ കണ്ടിരിക്കണം. മറ്റൊരാൾക്ക് പോലും അതിൻ്റെ ഉപകാരം വേണ്ട. അങ്ങനെ കൊണ്ടുവന്ന് ഒന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ വേണം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുക്തിക്ക് തടസ്സമായിട്ട് വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ഗുണഫലവും കിട്ടില്ല. വേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇത് ബാധിക്കാതിരിക്കാൻ വേണ്ടതാണ് വേണ്ടത്. ഉദാഹരണം പറയണത്, ദുഷ്ടനായിട്ടുള്ള പുത്രൻ, ദുഷ്ടയായിട്ടുള്ള ഭാര്യ, പാലില്ലാത്ത മച്ചിപ്പശു, പ്രസവിക്കാത്ത പശു, അതിനെ വളർത്തുന്ന പോലെയാവും ഈ ജീവൻ ഈ ശരീരത്തെ പോഷിപ്പിക്കുന്നത്, ശരീരം കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളെ. ജീവാത്മാവിൻ്റെ പുണ്യത്തിന് വേണ്ടിയിട്ടല്ല ഇത് സംഭവിക്കുന്നത് എങ്കിൽ, അപ്പോൾ അതിന് ഉപായമായിട്ട് ഉപാസന അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കർമ്മഫലവും ഈ ഭഗവാനെ സമർപ്പിക്കല്ലാണ്ട് വേറെ മാർഗമില്ല. യമനിയമാദികളിലൂടെ
ശമധമാദികളിലൂടെ ഈ ത്രിഗുണം മറികടന്നല്ലാണ്ട് ദ്വന്ദ്വം കടക്കാൻ സാധിക്കില്ല, ത്രിപുടി കടക്കാൻ സാധിക്കില്ല. അതിന് ഗുരുപാസനയും ഭഗവത് സ്മൃതിയും അല്ലാണ്ട് വേറെ മാർഗമില്ല. അപ്പം അതുകൊണ്ട് എന്നെ ആശ്രയിക്കൂ, ഭഗവാനെ ആശ്രയിക്കൂ. ഭഗവാൻ പറയാണ്, നമ്മൾ സാധാരണഗതിയിൽ ദയാലുവായിട്ടുള്ള ഒരാൾ, ദ്രോഹിക്കാത്ത ഒരാൾ, എല്ലാം സഹിക്കുന്നതായിട്ടുള്ള ഒരാൾ, സാധു, സമചിത്തൻ, സമഭാവനൻ, പരോപകാരി, സത്യവാദി, ശമദമമുള്ളവൻ, ശരീരവും മനസ്സും ശുദ്ധമായിട്ട് വിഷയം ഒട്ടും സ്വീകരിക്കാത്ത ആൾ, മിതാഹാരിയായിട്ട്, ശാന്തനായിട്ട്, മുമുക്ഷുവായിട്ട് ആത്മനിവേദനം ചെയ്യുന്ന ആ ഭാവത്തിൽ ആത്മതത്വ വിചിന്തനം ചെയ്യുന്നയാൾ, സദാസമയത്തും ഭഗവത് സ്മൃതിയുള്ളയാൾ, സൽസ്വഭാവിയായിട്ട്, ധൈര്യശാലിയായിട്ട്, വീര്യം പ്രകടിപ്പിക്കുന്നയാൾ, ഈ ഷഡൂർമിരഹിതനായിട്ട്, ഷഡൂർമി, ഷഡ്വൈരി ഇതൊക്കെ വിട്ടവനായിട്ട്, അതേപോലെ സമർത്ഥനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുന്നവനായിട്ട്, ദീർഘദർശിയായിട്ട്. സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ ഒരുപാട് ഉണ്ട്. 121ഓളം സജ്ജന ലക്ഷണങ്ങളുണ്ട്. അതിനെ സ്മരിക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഞാൻ ചെയ്യുന്നുണ്ട്, ഇത് എന്നെ ഗുണത്തിലേക്കാണോ എത്തിക്കുന്നത്, ദോഷത്തിലേക്കാണോ എത്തിക്കുന്നത്, ഞാൻ ഗുണദോഷം വിട്ടുവോ, സ്വയമേവ എല്ലാ ദിവസവും ചിന്തിക്കണം. അതാണ് കൗൺസിലിംഗ്. നമ്മളെ തന്നെ സ്വയം വിലയിരുത്തണം. അപ്പോഴാണ് ധർമ്മമാണോ അധർമ്മമാണോ, ഞാൻ സർവാത്മന ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ടോ, ഉത്തമ ഭക്തനാണോ, യഥാർത്ഥത്തിലുള്ള ജീവൻ്റെ തത്വം എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ, ഭഗവാനെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ, ഞാൻ അനന്യ ശരണാഗതിയാണോ ഇപ്പോൾ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ സ്വയമേവ ചിന്തിക്കുക. എന്നിട്ട് ഇനി അത് പോരാ, ഞാൻ ഭക്തനല്ല എന്ന് തോന്നുക ഭക്തി ഉണ്ടാവാനുള്ള കാര്യങ്ങളെ പറയുകയാണ് ഭഗവാൻ. ക്ഷേത്ര ദർശനം ചെയ്യൂ, ആദ്യത്തെ പടിയാണ്. ഭക്തന്മാരെ കാണൂ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കൂ. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞായിരുന്നു, ക്ഷേത്രത്തിൽ വരുമ്പോൾ നിറച്ച് പുല്ലും കാടുമാണ്. എങ്ങനെയായാലും ഒരു 100-100 ആൾക്കാരൊക്കെ അമ്പലത്തിൽ വരും. ഈ 100 പേര് ഓരോ പുല്ല് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അമ്പലത്തിൽ പുല്ല് പറിക്കാൻ വേറെ ആളെ ഏർപ്പാടാക്കണോ? ഈ പ്രദക്ഷിണം വയ്ക്കാൻ വല്ല തടസ്സം ഉണ്ടാവുമോ? എല്ലാ ദിവസവും വളർന്നു വരുന്നതായിട്ട് ഈ പുല്ല് പ്രദക്ഷിണ വരിയിൽ പറിച്ചു കളഞ്ഞാൽ അവിടെ പ്രദക്ഷിണം വയ്ക്കാൻ കാലുമ്പിൽ കല്ല് കുത്തുവോ, മുള്ളു കുത്തുവോ, ഈ പുല്ല് കുത്തുവോ? അതോ ഈ യന്ത്രം കൊണ്ട് ഇങ്ങനെ വെട്ടി നേരെയാക്കുമ്പോൾ കാല് കേടുവരണ പോലെ എന്നിട്ട് ചെരുപ്പിടാണ് നടക്കാൻ വയ്യേ എന്ന് പറയേണ്ട ഈ ആക്ഷേപം വേണ്ടി വരുമോ? ഒരു പ്രയാസവും ഇല്ലാതെ കണ്ട് എല്ലാവരും എല്ലാ ദിവസവും ഒരു പ്രവൃത്തി ചെയ്താൽ അമ്പലശുദ്ധിയായി. പക്ഷെ ഒരാളും ചെയ്യാറില്ല. എത്രയോ കാര്യങ്ങൾ ഇതേപോലെ നിസ്സാരമായിട്ട് സേവനമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും. ചെയ്യില്ല. ആത്മാഭിമാനം, ദുരഭിമാനം. പൈസ കൊടുക്കും, ഭണ്ഡാരത്തിൽ പൈസ ഇടും, മേശാന്തിക്ക് പൈസ കൊടുക്കും, കമ്മിറ്റിക്കാർക്ക് പൈസ കൊടുക്കും, ഷീട്ടാക്കും, പിന്നെ കുറേ കുറ്റവും പറയും. ഈ മതിലൊന്ന് കെട്ടാണ്ട്, ഈ പ്രദക്ഷിണ വരിക്ക് 4 കല്ല് വയ്ക്കാണ്ട്, ഒന്ന് അടിച്ചൂരാണ്ട്, പാത്രം ഒന്നും നേരെ മോറിയിട്ടില്ല, ഇന്ന് മേശാന്തി തന്നപ്പോൾ ആ തീർത്ഥത്തിന് എന്തോ ഒരു സുഖമില്ല. ഈ കളഭം ചേർക്കും അതിൽ കളഭം കെമിക്കൽ കളഭമായി അതിന് സ്വാദം ഉണ്ടാവില്ല, അതിന് കയ്പൊക്കെ ഉണ്ടാവും. നല്ല ചന്ദനാച്ചാൽ ഒരു സുഖമാണ്, ഒരു തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കിട്ടില്ല. ഇത് കിട്ടണ്ടേ, സാധനം കിട്ടണ്ടേ. അപ്പം ഇങ്ങനെ ക്ഷേത്ര ദർശനം കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ അബദ്ധം പറ്റരുത്. സജ്ജന സേവ, മറ്റേ സാധു സംഘം, അതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഉപവാസാദി കാര്യങ്ങൾ ചെയ്യാം. ശ്രീരാമനവമി, അഷ്ടമി രോഹിണി, ഏകാദശി വ്രതം, മറ്റേ ശിവരാത്രി വ്രതം, തിരുവാതിര, അങ്ങനെയല്ലേ വിശേഷാൽ പൂജകൾ. പിന്നെ എന്നും പാരായണാധികാരികൾ, എന്നും പുരാണം പാരായണം ചെയ്യണം, ഒരധ്യായെങ്കിലും. അതേപോലെ വേദമുറ തുടങ്ങിയുള്ളതൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യണം. അതിനുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം. നവീകരണാദികൾ ചെയ്യണം, ശുദ്ധിക്രിയകൾ ചെയ്യണം. എല്ലാ കൊല്ലം ശുദ്ധിയൊക്കെ വേണമല്ലോ, 3 ദിവസത്തെ ശുദ്ധി വരും. അങ്ങനെയാണ്. അതുപോലെ എല്ലാവരേക്കാളും താഴെയാണ് ഞാൻ എന്ന് ഒരു ദാസ്യഭക്തി വേണമെന്നാണ്. അതിപ്പോൾ മേശാന്തി ആയാലും ആ ദാസ്യഭക്തി വേണം, തന്ത്രി ആയാലും ദാസ്യഭക്തി വേണം. ഇന്ന് മേശാന്തിക്കും തന്ത്രിക്കും അതില്ല. മേശാന്തി ഗതികേട് കൊണ്ട് നാട്ടുകാരുടെ അമ്മായിയാവുക, അത്രയേ ഉള്ളൂ. മറ്റേ അങ്ങനെയല്ല, എല്ലാവരും ദാസ്യഭക്തിയാണ്. ഭഗവാൻ എപ്രകാരത്തിലാണോ രാജസൂയത്തിൽ ഈ ഭക്തന്മാരുടെ കാല് കഴുകിയത്,
എപ്രകാരത്തിലാണോ ഈ എച്ചിലില എടുത്തിട്ട് ഭഗവാൻ അത് കളഞ്ഞത്, അവിടെ ശുദ്ധിയാക്കിയത്, അതേപോലെ എന്നാൽ രാജസൂയത്തിൽ അഗ്രാസന പൂജ സ്വീകരിച്ചതും ഭഗവാനാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മനസ്സെത്തണം, അപ്പോഴേ അതിന് ഫലമുള്ളൂ. അത് നിഷ്കളങ്കമാവണം, നിഷ്കപടത വേണം, നിഷ്കാമമാവണം, ദുരഭിമാനം പാടില്ല, കാട്ടിക്കൂട്ടൽ നാടകം അത് വേണ്ട, അഭിനയം വേണ്ട, ആത്മപ്രശംസ തീരെ വേണ്ട. ഭഗവാന് കൊടുത്തത് പേരെഴുതി വയ്ക്കേണ്ട അമ്പലത്തിൽ. അപ്പോൾ ഒരാൾക്ക് നേരിച്ച് മറ്റാൾക്ക് നേരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടത് എന്തോ അത് ഭഗവാന് കൊടുക്കണമെന്നാണ്. ഏറ്റവും ഇഷ്ടമുള്ളത് അത് ഭഗവാന് കൊടുക്കണമെന്നാണ്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, നക്ഷത്രം, ബ്രാഹ്മണൻ എല്ലാറ്റിലും ഈശ്വരനെ കാണാം. എന്നെ പൂജിച്ചോളൂ. ബിംബവൽക്കരണത്തിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അനവധി. എല്ലാം ബിംബവൽക്കരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിനെ കണ്ണടച്ചിട്ട് മനസ്സിനെ പൂജിച്ചാൽ മതി, മനസ്സിലുള്ള ഭഗവാനെ. എനിക്ക് വേദായാലും ഹവിസായാലും പിതൃക്കൾക്ക് കവ്യായാലും ബ്രാഹ്മണന് ഊണായാലും പശുവിന് പുല്ലായാലും വിഷ്ണു ഭക്തനെ ബന്ധുവായിട്ട് കണ്ട് ദാനം കൊടുത്ത് ഊണ് കൊടുത്ത് വസ്ത്രമോ പറമ്പോ കന്യകയോ എന്താ വെച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ എന്നെ ഹൃദയത്തിൽ ധ്യാനം ചെയ്ത് വായുവിൽ പ്രാണനെ കണ്ട് ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളെ കൊണ്ട് നൈവേദ്യാദികളെ കൊണ്ട് പത്മമിട്ട് എന്നെ പൂജിക്കുക. എന്നിലുള്ള ഈശ്വരനെ തന്നെ പൂജിക്കണം. എന്നിൽ നിന്നാണ് ആവാഹിക്കുക. അതിനെ പുറത്തേക്ക് എടുക്കണു, വീണ്ടും പുഷ്ടിപ്പെടുത്തണു, വീണ്ടും തന്നിലേക്ക് തന്നെ ഉദ്ദേശിക്കണു, തന്നിലേക്ക് തന്നെ ആ പുഷ്ടി ചേർക്കുകയാണ്. ഇങ്ങനെ മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ട് കൊടുക്കുക, ഭഗവാനിൽ നിന്ന് മേടിക്കുക. സുഖദുഃഖം എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ബാധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. വേണ്ട, സാരമില്ല എന്ന് വെക്കാതാവണം. വിഷ്ണുവിൻ്റെ ഏത് അവതാരമായാലും തുല്യമായിട്ട് കണക്കാക്കണം. കൃഷ്ണൻ, വരാഹം, നരസിംഹം എന്ന് വിവിധങ്ങളായിട്ട് കണക്കാക്കണ്ട. കൃഷ്ണൻ തന്നെയാണ് ഋഷഭൻ, ഋഷഭൻ തന്നെയാണ് നരസിംഹം, അത് തന്നെയാണ് മത്സ്യമൂർത്തി. ഈ ഭേദബുദ്ധി ഒഴിവാക്കണം എന്നാ. നമ്മൾ കൃഷ്ണനെ പരിപൂർണ്ണ തമനായിട്ട് പറയും. പരശുരാമനെ ശുണ്ഠിയുണ്ടല്ലോ, ദുർവാസാവിന് ശുണ്ഠിയുണ്ട്. അങ്ങനെ കണക്കാക്കരുതെന്നാ. അത് സത്സംഗം കൊണ്ടും ഗുരുസേവനം കൊണ്ടും ഗുരു ഈ ആത്മീയ ഭാവത്തിൽ നമ്മളെ എത്തിക്കുമ്പോൾ അപ്പം മാത്രമേ അതൊക്കെ സാധിക്കുള്ളൂ, അവിടേക്ക് എത്താൻ. സത്സംഗം എന്നുള്ളത് സ്വകാര്യമായിട്ട് ഭഗവാൻ പറയാണ്, ഞാൻ തന്നെയാണ് ഉദ്ധവ ഏറ്റവും വലിയ സത്ത്, അതുകൊണ്ട് എന്നിലാണ് സംഘം വേണ്ടത്. അപ്പോൾ സത്സംഗം എന്താ? ഭഗവാനുമായിട്ടുള്ള സംഘമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഭഗവാനെ നേരിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബിംബവൽക്കരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിലാവാം, അതേപോലെ തന്നെ സജ്ജനങ്ങളിലാവാം, ഗുരുക്കന്മാരിലും ആവാം. പശു, അത് പശുവിന് പരിപാലനം ചെയ്യല, തുളസി നട്ട് എനിക്കലൊക്കെ നമ്മൾ കൃഷി ചെയ്യണം. കൃഷി ചെയ്തിട്ട് ഇത് ധാന്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാക്കണം. മാങ്ങയായാലും ചക്കയായാലും ഒക്കെ ഉണ്ടാക്കണം, പച്ചക്കറിയായാലും ഒക്കെ ഉണ്ടാക്കണം. എന്നിട്ട് അത് എല്ലാവർക്കും ഉപകാരം. ഈ മറ്റേ പന്നിയുടെ ശല്യവും പെരിച്ചാഴിയുടെ ശല്യവും അതൊന്നും ഉണ്ടാവാതെ നോക്കാനുള്ള ആ സംവിധാനം വേണം. അത് ആ സ്പീഷീസ് നശിക്കുമല്ലോ വിചാരിച്ചിട്ട് അതിനെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു കാര്യമില്ല നിയമപ്രകാരം. ചെതലായാലും എലിയായാലും കൊതുവായാലും ഈ വൈറസ് ആയാലും നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കേണ്ടി വേണം. അതേപോലെ തന്നെയാണ് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതായിട്ടുള്ള ജീവികൾ, അവർക്ക് താമസിക്കാനുള്ള സ്ഥലം വേറെ ഉണ്ടാക്കുക, അവരിങ്ങോട്ട് വരരുത്, അത്രേ വേണ്ടൂ. അതിനൊരു സന്തുലിതാവസ്ഥയുണ്ട്. അതൊക്കെ തെറ്റുമ്പോഴാണ് ഈ കുഴപ്പം. കാടില്ല അവർക്ക് താമസിക്കാൻ, അപ്പോൾ അവരിങ്ങോട്ട് വരും. ഭക്ഷണമില്ല കാട്ടിൽ, അപ്പോൾ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് വരും. അതാണ് തെരുവ് നായ്ക്കൾ. അതൊന്നും ഇങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു കാര്യമില്ല, ഒരിക്കലും വേണ്ട. ആ സ്പീഷീസ് നശിച്ചു വെച്ചാൽ അത്രയേ ഉള്ളൂ. നമുക്ക് ദിനോസാറിനെ ഇപ്പോൾ കിട്ടണില്ല, അത്രയേ ഉള്ളൂ. അതതിൻ്റെ പ്രകൃതി, അതിൻ്റെ കാലത്തിനനുസരിച്ച് അത് ജീവിച്ചോളും. വിധി ഉണ്ടെങ്കിൽ അത് ജീവിച്ചോളും. നമ്മളതിനെ സംരക്ഷിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ലോകത്തിന് മുഴുവൻ ഉപദ്രവമാണ്, അത് വേണ്ട. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഈശ്വര പ്രീതിക്കാവണം. എപ്രകാരത്തിലാണോ ഗോപികൾ അവർ ചെയ്തത് മുഴുവൻ ഈശ്വരാർപ്പണമായിട്ട് ചെയ്തത്. ഈ വാനരന്മാർ ശ്രീരാമനെ സഹായിച്ചത് ജടായുവിനെ പോലെ സ്വന്തം ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആ സീത പോയ വഴി പറഞ്ഞു കൊടുത്തത്. ഗജേന്ദ്രൻ എങ്ങനെയാണോ മുക്കുതി സ്വീകരിച്ചത്, അണ്ണാർക്കണ്ണൻ എങ്ങനെയാണോ സേതു ബന്ധിക്കാൻ വേണ്ടിയിട്ട് മണൽ ആ സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടത്, അതേപോലെ ഇഷ്ടാപൂർത്തങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അഗ്നിഹോത്രം, തപസ്സത്യം, വേദാനാം ചൈവ സാധനം, ആദിത്യം, വൈശ്യദേവം ച ഇഷ്ടം ഇത്യഭിധീയതേ. അതാണ് ഇഷ്ടം.
ഇഷ്ടം എന്നുള്ളത് ഇഷ്ടി, എല്ലാ ദിവസവും അഗ്നിഹോത്രാദി കാര്യങ്ങളൊക്കെ ചെയ്യുക, അതാണ്. തപസ് വേണം, സത്യം വേണം, ദയ വേണം, ശുദ്ധി വേണം, വേദോപവാസനാദികൾ, പഞ്ചയജ്ഞങ്ങളൊക്കെ ചെയ്യണം, അതാണ്. പിന്നെ വാപീകൂപ തടാകാനി ദേവ ആയതനാനി ച അന്നപ്രധാനമർത്ഥിഭ്യ പൂർത്തം ഇത്യഭിധീയതേ. പൂർത്തം എന്നുള്ളത് കിണർ കുഴിക്കുക, ജലാശയം ഉണ്ടാക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക, എല്ലാ ദിവസവും അന്നദാനം നടത്തുക. ഇങ്ങനെ ചോദിക്കുന്നവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മളിലുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇതിനെ പൂർത്തം എന്ന് പറയും. അപ്പം ഇങ്ങനെ ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്യുക തന്നെ വേണം. അതിൽ ചൂഷണം വരുന്നുണ്ടോ, കാപട്യം വരുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ പെടാതെ കണ്ട് നോക്കുകയും വേണം. അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. കലികാലത്തിൽ ഈ കാപട്യം വളരെ കൂടും. അപ്പോൾ അതുകൊണ്ട് ധർമ്മം കൊടുക്കൽ വളരെ ഒഴിവാക്കണം തന്നെയാണ് പറയാനുള്ളത്. ഇതിന് കാരണം ഇതാണ്, അതൊരു വ്യവസായമായിട്ട് മാറി. നമുക്കറിയില്ല യഥാർത്ഥത്തിലുള്ള അർഹതപ്പെട്ടതാണോ, അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവർക്ക് അത് കൊടുക്കുകയും വേണം. ഇങ്ങനെ 11ാമത്തെ അധ്യായം കൂടിയും ഭഗവാൻ പറഞ്ഞു വെച്ചു. ഇനി സത്സംഗം എന്നുള്ളതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയണു 12ാമത്തെ അധ്യായത്തിൽ. അത് കഴിഞ്ഞാൽ 13ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഹംസമായിട്ട് അവതരിക്കുന്നു. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.